ഹേ ഗൈസ്, അപ്പോൾ ഇത്തിരി നേരം സിനിമ കണ്ടിരിക്കുകയാണ്. ഈ പടം പറഞ്ഞ പോലെ ഇത്തിരി നേരമാണ് സിനിമ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫീൽ ഗുഡ് പടം കിട്ടിയേനെ. ഈ പടത്തിലെ മെയിൻ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം 2.5 മണിക്കൂറായി എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ഒരു ഫീൽ അടിച്ചിങ്ങനെ വരുമായിരുന്നു. അപ്പോഴാണ് സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ ഒരു കാറിൽ ഉള്ള ഷോട്ടാണ് പകുതി മുക്കാലും. അതൊരുമാതിരി ഉറക്ക ഗുളിക തന്ന അവസ്ഥയിലായിരുന്നു ആ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫിലെ ഫീൽ ഇങ്ങനെ കീറിയെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ഇതിങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയി. അവസാനം കണ്ടിരുന്നപ്പം ഈ പടം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നൊരു ഫീലായിരുന്നു അവസാനം എനിക്ക് കണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. കുറേ പേർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കുറേ റിവ്യൂ ഒക്കെ കണ്ടായിരുന്നു. ഇതിൽ മെയിൻ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പെർഫോമൻസ് ആണ്. നമ്മുടെ റോഷൻ ആണെങ്കിലും ഇതിലെ മെയിൻ നടിയായിട്ട് വന്ന സെറിൻ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ആണെങ്കിലും പിന്നെ നന്ദു ആണെങ്കിലും ഇതിൽ പെർഫോമൻസ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കാഴ്ചവെച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പം ഈ പടം മെയിനായിട്ട് ഒരു മണിക്കൂർ 45 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് സിനിമയാണെങ്കിൽ ഒരു നല്ല കിടിലൻ ഫീൽ ഗുഡ് പടം കിട്ടിയതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ കണ്ട പോലെയല്ല സെക്കൻഡ് ഹാഫിൽ കണ്ടത്. സെക്കൻഡ് ഹാഫിൽ ഒരുമാതിരി ഒരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലാഗ് ആവണേ എന്ന് വെച്ചാൽ വളരെ ബോറടിക്കുന്ന രീതിയിലാണ് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കോമഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കോമഡി കാര്യങ്ങൾ അതൊക്കെ ഇതിൽ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം പടം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.